കെ ഷാക്കിർ, ഇതിൽ ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജി പി വി കുഞ്ഞികൃഷ്ണൻ അത് ആ വിധി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ദ പീപ്പിൾ മേ തിങ്ക് ദാറ്റ് ഈവൻ ഇഫ് ദ ബെയിൽ കണ്ടീഷൻസ് ആർ വയലേറ്റഡ് they will get anticipatory bail from the court of law. Such a message should not go to the society. Therefore, I am of the considered opinion that the petition is not entitled to anticipatory bail. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പി സി ജോർജിന് ഇതിൽ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ തെറ്റായ സന്ദേശം എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോലീസ് സ്വീകരിച്ച നിലപാട് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ വേണ്ടെങ്കിലും ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നൽകരുത് എന്നുള്ളതായിരുന്നു. വേണമെങ്കിൽ കോടതിക്ക് ജാമ്യം കൊടുക്കാമായിരുന്നു. ഈ കോടതി വളരെ വളരെ വ്യക്തമായും വളരെ ഭംഗിയായും പറയുന്നു, ഒന്നല്ല പലയാവർത്തി ഇയാൾ ഇത് ആവർത്തിക്കുകയാണ്, ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിധി പ്രസ്താവം പൂർണ്ണമാകുന്നത്. ഷാക്കിർ ഒന്നിച്ചുള്ള ചർച്ചയിലാണ് ഈ സംഭവത്തിന് ആധാരമായ പ്രശ്നമുണ്ടാകുന്നു. അതിനുശേഷം 6 ദിവസം കഴിയുമ്പോൾ യൂത്ത് ലീഗ് പരാതിയുമായി കോടതിയിൽ പോലീസിലേക്ക് പോകുന്നു. അതും വലിയ ചർച്ചയൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ആ പരാതിയിൽ FIR ഉണ്ടാകുന്നത് പോലും. ഇതിൽ പോലീസിന്റെ ഒരു മെല്ലപ്പോക്കിനെ പരാതിക്കാരൻ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് ഷാക്കിർ? ഇതിൽ പോലീസിൻ്റെ മെല്ലെപ്പോക്കല്ലല്ലോ. പോലീസിൻ്റെ ഇപ്പോൾ പിണറായി സർക്കാർ വന്ന ശേഷമുള്ള നിലപാടുകളെല്ലാം ഇങ്ങനെയാണ്. RSSൻ്റെ ഗോഡ് ഫാദറായി പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ജനുവരി 5-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്ന് നമ്മൾ 50 ദിവസത്തോളം കഴിഞ്ഞു. ഇതുവരെ എന്താ പറയുക, ഇത്ര ഗുരുതരമായ ഒരു കുറ്റം ചെയ്തിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്യാനോ ആ രീതിയിൽ നിയമ നടപടി സ്വീകരിക്കാനോ കേരളത്തിൻ്റെ പിണറായി സർക്കാർ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് നിങ്ങൾ ജഡ്ജ്മെൻറ്റ് വായിച്ചു. അതിനു മുമ്പ് ജില്ലാ സെഷൻസ് കോടതി ഇദ്ദേഹത്തെ മുൻകൂർ ജാമ്യം തള്ളുന്നുണ്ട്. ആ 5-ാം തീയതി സംഭവം ഉണ്ടായി. 6-ാം തീയതി യൂത്ത് ലീഗ് പരാതി കൊടുക്കുന്നു. കേരളത്തിലെ 7 പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ സംഘടനകൾ പരാതി കൊടുക്കുന്നു. അങ്ങനെ ഞാൻ ഉൾപ്പെടെ യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗ് മറ്റ് സമൂഹത്തിലുള്ള വിവിധ തരത്തിലുള്ള ആളുകൾ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലും പാലാ DYSPയും ഉൾപ്പെടെയുള്ള ആൾ നിരന്തരമായി ബന്ധപ്പെട്ടു, സമ്മർദ്ദം ചെലുത്തി, പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ നടത്തിയിട്ടൊക്കെയാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ കഥ പറഞ്ഞു നോക്കൂ നിങ്ങൾ. PV അൻവർ MLA ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ 120ഓളം പോലീസുകാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു പോയത് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം. അതുപോലെ എത്രയോ പേരെ എന്നെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ പോലും, ഞാനും ഈ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 11 ദിവസത്തോളം ഒരു വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. വളരെ നിസ്സാരമായ വകുപ്പ് കാര്യങ്ങൾ സമരം ചെയ്തതിൻ്റെ പേരിൽ ആളുകളെ ജയിലിലടക്കുന്ന ഈ പിണറായി വിജയൻ്റെ പോലീസ് PC ജോർജ് ആവർത്തിച്ച് കുറ്റം ചെയ്യുകയാണ്. മാത്രമല്ല, നിങ്ങൾ നോക്ക്, ഈ ജനുവരി 5-ന് സംഭവം ഉണ്ടായ ശേഷമാണ് ജോസ് കെ മാണിയുടെ ഭാര്യയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഇദ്ദേഹം പരാമർശം നടത്തുന്നത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഒരു മാധ്യമ പ്രവർത്തകയെ വളരെ മോശമായി ഇദ്ദേഹം അശ്ലീല പരാമർശം നടത്തുന്നത്. ഇതൊന്നും നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞല്ലോ, ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്ത്രീ പരിഗണന വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്ത്. അങ്ങനെയാണ് നിഷയെക്കുറിച്ച് വളരെ മോശമായ പരാമർശം നടത്തി. എന്താ ഇവർ കേസെടുക്കാത്തത്? എന്താ ഇവർ നടപടിയെടുക്കാത്തത്? എന്താ പറയേണ്ടിയിരുന്നില്ല കാര്യം? അത് ഇനിയിപ്പോൾ അറിയാത്ത ആളുകൾ എന്താണ് ജോസ് കെ മാണിയുടെ ഭാര്യയെ പറ്റി അയാൾ പറഞ്ഞത് എന്നറിയാൻ വേണ്ടി അന്വേഷിക്കില്ലേ? അത് ഭയങ്കര വൃത്തികേടാണ്. അയാൾ പറയുന്നത് നമ്മളിപ്പോൾ അയാൾ MLA ഒക്കെ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും വർഗീയ പ്രസ്താവനല്ലല്ലോ ഈ പറഞ്ഞ ഒരു സ്ത്രീക്കെതിരെ അങ്ങേറ്റം മര്യാദ. ഇദ്ദേഹം വാ തുറന്നാൽ വൃത്തികേടാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വൃത്തികേടുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയൻ സർക്കാർ സ്വീകരിക്കുന്നത്. അത് പൊതുസമൂഹത്തിൽ എല്ലാവർക്കും ബോധ്യമായ സംഗതിയാണ്. എന്നിട്ട് വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഇവിടെ ഹമാസിനെയും അല്ലെങ്കിൽ മറ്റ് ഫലസ്തീനെയും പരാമർശിച്ചുകൊണ്ട് അത് വിഷയം വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നത്. വളരെ കൃത്യമായി പറയാം, ഈ സമരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രക്ഷോഭത്തിൽ നിന്ന് യൂത്ത് ലീഗ് പിറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ഇത് PC ജോർജിൻ്റെ ഒരു വ്യക്തിപരമായ വിഷയം മാത്രമല്ല, കാലങ്ങളായി പിണറായി വിജയൻ തുടരുന്ന ഈ RSSൻ്റെ പാദസേവയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ PC ജോർജിനോട് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു മണവാളനെ കല്യാണത്തിന് കൂട്ടിക്കൊണ്ട് വരുന്നത് പോലെയാണ് ഇന്ന് പോലീസ് ചെന്നിട്ടുള്ളത്. ഇന്ന് പകല് നേരത്തും യൂത്ത് ലീഗ് ഈ ആവശ്യവുമായി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അവർ പറഞ്ഞത് ഇത് DYSP ആണ് കൈകാര്യം ചെയ്യുന്നത്. DYSPയുടെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾ ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം വളരെ പക്ഷപാതപരമായി സർക്കാരിന് വേണ്ടി RSSന് വേണ്ടി ഈ കേസ് PC ജോർജിന് വീണ്ടും അനുകൂലമായി നിന്ന് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? പോലീസിന് സംവിധാനമില്ലേ PC ജോർജ് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ? ഇല്ലല്ലോ. തിങ്കളാഴ്ച ഹാജരാകാമെന്ന് അദ്ദേഹത്തിന് മകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ന്യായീകരണമാണ്. ഇതെന്താണ്? നമുക്കറിയാം. ഞങ്ങൾക്ക് ഇത്രയേ പറയാനുള്ളൂ. പിണറായി വിജയൻ്റെ ഈ 8-9 വർഷക്കാലത്തെ നയനിലപാടുകൾ തുടർച്ചയാണ്. RSSകാർക്ക്, സംഘികൾക്ക് അവസരം കൊടുക്കുകയാണ്, സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഇത്. മറ്റ് MLA ഉണ്ട്, ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയമുണ്ട്, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട്, PK ഫിറോസിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യിക്കാൻ പോയതുണ്ട്, ഉണ്ടല്ലോ.
അതൊന്നും ഇവിടെ ചർച്ചയാവുന്നില്ലേ? അല്ലല്ല, അതൊക്കെ റെജി ലൂക്കോസ് പറഞ്ഞു. അതും പോലീസിന് അറിയാം, ഇതും പോലീസിന്